ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബേക്കൽ ബീച്ചിലാണ്. ഇവിടെ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സീസൺ 2 നടക്കുകയാണ്. ഇപ്പം ഡിസംബർ 22 തൊട്ട് ഡിസംബർ 31 വരെയാണ് പരിപാടി. 10 ദിവസങ്ങളായിട്ട് 10 സെലിബ്രിറ്റീസ് നടത്തുന്ന ഇവൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അകത്തോട്ട് പോകാം. എൻ്റെ കൂടെ അബി ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസും കാര്യങ്ങളും വരുന്നത്, മെയിൻ എൻട്രൻസ് ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. എൻട്രൻസ് കയറി വരുമ്പോൾ ആദ്യം കിട്ടുന്നത് ബിസിനസ് പവേലിയൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ഗൈസ്, ബിസിനസ് പവേലിയൻ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഓട്ടോ എക്സ്പോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓട്ടോ എക്സ്പോ. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ പുതിയ പുതിയ കാറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മൾ ബൈക്ക് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് കാണുന്നത് ബൈക്ക് സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ബൈക്ക് സ്റ്റാൻഡ് ഷോയ്ക്ക് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് സ്റ്റാൻഡിൻ്റെ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബൈക്ക് സ്റ്റാൻഡ് കാണാം. देखने जाते टाइम तो रेटिंग जरूर चेक करना और लोन लेते वक्त कॉम्प्रोमाइज भी इंडिया में। ഇതാണ് ഗായ്സ് എൻട്രൻസ് ബേക്കൽ ബീച്ച് പാർക്ക്. കുമാർ സംഘവും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ MG ശ്രീകുമാറിൻ്റെ പരിപാടിയാണ്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പം ഇനിയും ഉണ്ട് കുറച്ച് ദിവസം. 31-ാം തീയതി വരെ ഉണ്ട് പരിപാടികൾ. ഇത് ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ റൈറ്റിലേക്കാണ് പോകുന്നത്. അതേപോലെ റൈറ്റിലേക്ക് തിരിച്ചാൽ ഇങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് പാൻറ്റോറ അവതാർ വേൾഡ്. അവതാറിൻ്റെ അത്ഭുത ലോകത്തിലെ വർണ്ണ വിസ്മയ കാഴ്ചകൾ കാണുവാൻ 100 രൂപയാണ് അഡൾട്ട്സിന് വരുന്നത്. കുട്ടികൾക്ക് 70 രൂപ വരുന്നുണ്ട്. ഇവിടെയാണ് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്.
നൈസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇവിടെ ക്യാമൽ റൈഡ്, ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫ്ലോട്ടിങ്, സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നൈറ്റ് ആവുന്നുള്ള കാണിക്കാൻ പറ്റുക. ഈ 4-ാം ദിനത്തിൽ എന്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊണ്ടുവരവുണ്ടപ്പോൾ അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കൊണ്ടുവരവുണ്ടപ്പോൾ പൊന്മേടെ എന്നുള്ളിൽ മൗനം അറിയാനും നേരം വിളി പപ്പാമകരി മകരി തട്ടി ചരി തട്ടി ഗാരി സസദനി സസദാ സസപാ സസപദനി സരി ഗപമഗമരി നാ ഗിരി സരി സരി സാദാനി രമാമപ പരമപഗമരി സരി 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 ഗരി ഗമഗമപ ഗരി ഗമഗമപ മപദ പദനി സ തി ദ പദനി സ സ എല്ലകിലെങ്ങും കാവിൽ ഒരു കൊമ്പ് വയ്ക്കും കാറ്റിൽ നന്ദുണി വീട്ടും നേരം കലികോമരമോഹനദാനം മദ്ദളനവേളം പതിനാലം പൊട്ടിക്കേറുമ്പോൾ മന്ദിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും മറുതിരികൾ നീട്ടുന്നു ഹരിചന്ദനം തൊടുനെറ്റിയിൽ മണിവീണ നീരാം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കൂടി മിക്സായിട്ട് ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ ബ്രദറിൻ്റെ കസ്റ്റം ബ്രദർ ആയിട്ട് ഒരു ഹൈൻസ് ഒരു സോഷ്യൽ മീഡിയ പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫ്ലോട്ടിങ്ങിന് 150 രൂപയാണ് വരുന്നത് ഫീസ്. അതേപോലെ നമ്മളിപ്പോൾ തൽക്കാലം ഫ്ലോട്ടിങ് ചെയ്യുന്നില്ല. അതാണ് ഫ്ലോട്ടിങ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഫ്ലോട്ടിങ് വന്നത് ഇവിടെ. മനോഹരമായ മണ്ണ്, ടിപ്പു സുൽത്താന്റെ കുതിരക്കുളം പ്രഭാഷകരും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അപ്പോൾ ഗൈസ്, ഇപ്പം ഈവനിങ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട് ബീച്ചിൽ. നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരായിരിക്കും. ഇവിടെയൊക്കെ ഫുൾ ആളായിരിക്കും. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ശോഭനാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ MG ശ്രീകുമാർ ആയിരുന്നു. അപ്പോൾ 2 പരിപാടിയും കൂടി നമ്മളൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഗൈസ്, എല്ലാവരും പട്ടം പാർത്തി കളിക്കുകയാണ് ഇവിടെ. നല്ല ഒരുപാട് പട്ടങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് സിപ്പ് ലൈനിൽ ഇപ്പോൾ ഒരാൾ പോകുന്നുണ്ട്.
അവിടെയാണ് അവതാറിൻ്റെ പാൻറ്റോറ അവതാർ വേൾഡ്. അതിനും 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് അഡൾട്ട്സിന്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ആപ്പൂപ്പൻ ഉണ്ട്, സാന്താക്ലോസ്. ഇതാണ് സാന്താക്ലോസ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെയാണ് ഫുഡ് കോർട്ട് വരുന്നത്, കെൻസിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇതേപോലത്തെ ഫുഡ് കോർട്ട്സ് ഒരു 100ഓളം വരുന്ന ഫുഡ് കോർട്ട്സ് അപ്പുറം ഉണ്ട്. അതേപോലെ തൊട്ടടുത്തായിട്ട് VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സെൻറ്ററും കൂടിയുണ്ട്. അതിന് തൊട്ടടുത്താണ് നമ്മളെ പാൻറ്റോറ വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് കളർഫുള്ളാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയുടെ മുമ്പേ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ സിപ്പ് ലൈനിന്റെ എൻഡ് വരുന്നത് ഇവിടെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ തൊട്ട് ആ എൻഡ് വരെ നമുക്ക് ഫുഡ് കോർട്ട്സ് വരുന്നുണ്ട്. പല പല വെറൈറ്റികളായിട്ടുള്ള ഫുഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇനിയപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ടേക്ക് പോകാൻ 26-ാം തീയതിയാണ് ഇന്ന്. അപ്പം ഞാൻ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു ഫുൾ ആക്റ്റീവായിട്ട്. അപ്പം നിങ്ങൾ 31 വരെ വരാൻ പറ്റുന്നത്. ഡിസംബർ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇവിടെ ഇതുപോലത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ പ്രാന്തുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്ന് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ അങ്ങോട്ട് വരെ ഉണ്ട്. എന്തോ അറങ്ങിപ്പടയുടെ നഗരസമേതരും തണ്ടുവരമ്പ് എന്നാണ് ഞങ്ങൾ പറയാറ്. തണ്ടുവരമ്പിനകത്ത് നിന്നും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ഈ പ്രകൃതിയും ഈ കോട്ടയും. അപ്പൊ നീ അങ്ങനെ ഒഫീഷ്യലി ഇൻഫ്ലുവൻസർ ആകല്ലേ? ഏറെ അകറ്റുന്ന ഇവിടെ വേറെ പരിപാടി നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഷോപ്പയുടെ ഡാൻസ് വരുന്നത്. പ്രഭാഷകൻ എന്ന നിലയിലും നമുക്കേറെ സുപരിചിതനായ കാസർഗോഡ് സാംസ്കാരിക മുഖം, സാക്ഷ്യങ്ങൾ, നക്ഷത്രക്കിളി, നാലിതൽ പൂവ്, ഈ ചടങ്ങിനെ കണ്ണു തെളിഞ്ഞോൻ കാരി, കണ്ണു തെളിഞ്ഞോൻ കാരി. കൈവിളക്കും എത്തിയല്ലോ എത്തിര കെട്ടുമാ ഓരച്ചെളും കപ്പലിലേ. അപ്പൊ ഗായ്സ് എൻ്റെ അനിയത്തിയാണ്, കസിൻ സിസ്റ്റർ. പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അരുന്ധതി, അന്തോന്ന് വിളിക്കും. എത്ര പഠിക്കുന്നത്? +2. എൻ്റെ പേര് പുരുഷ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഗൈസ്. എന്താ സംഭവം? വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് ഇതെന്താ പറയുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇതിങ്ങനെ മലിനമായിട്ടാണുള്ളത്. അപ്പുറ സൈഡ് നല്ലോണം കച്ചറായിട്ട് ക്ലാസ് അതിലേക്ക് വിഷമാണ് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക അടുത്ത പരിപാടിക്ക്. അപ്പോൾ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മിസ് സൗജ് അത് ബൈ.